ഹലോ കൂട്ടുകാരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനും ചേച്ചിയും കൂടി അത്താണി മെഡിക്കൽ കോളേജിലേക്ക് പോയി പഴയ റിപ്പോർട്ടുകൾ കാണിച്ചു കൊടുത്തു. വളരെ പ്രായം കുറഞ്ഞൊരു ലേഡി ഡോക്ടറായിരുന്നു അവിടെ ഇരുന്നത്. ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് 2-3 ഡോക്ടേഴ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തി. അവർ തമ്മിൽ ഭയങ്കര ഡിസ്കഷനായി. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അവർ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കൂടി നിങ്ങൾ എടുത്തിട്ട് വരൂ, അതിനുശേഷം വിവരം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂറിന് ശേഷം ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ കാണിച്ചു. ആ ലേഡി ഡോക്ടർ വിഷമത്തോടെ നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, ഈ അസുഖത്തിന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഒരു ടെസ്റ്റ് കൂടി എടുക്കണം, അത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. ഇത് കേട്ട് ഞാനും ചേച്ചിയും തരിച്ചിരുന്നു. സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. കുറേ ജൂനിയർ ഡോക്ടേഴ്സ് വന്ന് ചേച്ചിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി. മുറിയിൽ നിന്നും വേദനയോടെ ഉള്ള കരച്ചിൽ കേട്ടു. ഒരു നേഴ്സ് വന്ന് ഒരു ചെറിയ കുപ്പി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് പത്തോളജി ലാബിൽ കൊടുക്കണമെന്ന്. എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോൾ ബോൺ മാരോ ടെസ്റ്റ് എടുത്തതാണെന്ന് പറഞ്ഞു. ഞാൻ അത് ലാബിൽ കൊടുത്ത് തിരിച്ചു വന്നു. അപ്പോഴേക്കും ചേച്ചിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. വൈകുന്നേരം വരെ അവിടെ കിടന്ന് വൈകുന്നേരമായപ്പോൾ തിരിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ചേച്ചിക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഞാൻ വിളിച്ച് വിവരം പറഞ്ഞു. എല്ലാ ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ല. കൂടി വന്നാൽ 2 മാസം കൂടിയേ ജീവിച്ചിരിക്കൂ എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു. ചേച്ചിക്കും അത് മനസ്സിലായി. ചേച്ചി ധ്യാനത്തിന് പോകാൻ റെഡിയായി. ഒരാഴ്ച മുഴുവനും ചേച്ചി കരഞ്ഞ് അനുതപിച്ച് എല്ലാ കുറ്റങ്ങളും കുമ്പസാരത്തിലേറ്റു പറഞ്ഞ് വിശുദ്ധിയോടെ തിരിച്ചു വന്നു. 1 മാസം അതേ വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചുപോയി. ചേച്ചി എപ്പോഴും പറഞ്ഞ ഒരു കാര്യം, വിശുദ്ധിയില്ലാതെയാണ് ഞാൻ കുർബാന സ്വീകരിച്ചിരുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ എന്തുമാത്രം വിശുദ്ധിയോടെയാണ് നമ്മളത് സ്വീകരിക്കേണ്ടത് എന്ന് എനിക്ക് അങ്ങനെ കർത്താവ് ബോധ്യപ്പെടുത്തി. ചേച്ചി അതെല്ലാം മറന്നു ജീവിച്ചെന്ന് പറഞ്ഞ് സ്വയം കുറേ കരഞ്ഞു. എൻ്റെ കുടുംബത്തിൽ ഇനി ഇതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പറഞ്ഞ് ചേച്ചി മരണത്തിലേക്ക് കടന്നുപോയി. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കമൻ്റായി നിങ്ങൾ ഇടുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും 1 മണിക്കൂർ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.